ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി മുട്ട പൊരിച്ചതാണ്. അപ്പോൾ മുട്ട പൊരിച്ചതൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണല്ലേ. എന്നും നമ്മൾ ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഈ ഒരു മുട്ട പൊരിച്ചത് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ ഇത് നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടാവും. ഇത് നമ്മൾ സാധാരണ മുട്ട പൊരിച്ചതിൻ്റെ പോലെയല്ല, ഇതിൻ്റെ ഒരു ഷേപ്പ് കാരണം ഇത് നല്ല സോഫ്റ്റാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട, താറാവ് മുട്ട, കാടമുട്ട, അങ്ങനെ ഏത് മുട്ട വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോഴിമുട്ട വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാനിവിടെ 4 കോഴിമുട്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 10 ചുവന്നുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള എടുക്കാം കേട്ടോ. ചുവന്നുള്ളി ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഒരു 2 കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മുടെ കുട്ടികൾക്ക് മുട്ട പൊരിച്ചത് നല്ല ഇഷ്ടമായിരിക്കും. പക്ഷെ അവർ വെജിറ്റബിൾസ് കൊണ്ട് നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ അവർ കഴിക്കാറുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ ഇതിനുള്ളിലേക്ക് നമ്മൾ ക്യാരറ്റ് പോലുള്ള വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ തേങ്ങ ചിരവിയത് ചേർക്കാം. നമ്മളിതിന് മുൻപ് ചെയ്ത ഓംലെറ്റിൽ ചെയ്ത പോലെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൽ നമ്മൾ വെജിറ്റബിൾസ് ചേർത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഓംലെറ്റിനുള്ള മിക്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിച്ചത് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ഓംലെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അല്പം എണ്ണ പുരട്ടി കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ഒരു മുട്ട പൊരിച്ചത് ഒരിക്കലും ഷേപ്പിൽ കിട്ടില്ല. ഈ ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഓരോ കുഴികളിലേക്കും നമുക്ക് കുറേശ്ശെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട കൊണ്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഒഴിക്കണ്ട കേട്ടോ, കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് പൊങ്ങി വരും. ഈ കുഴികളിലൊക്കെ നമ്മൾ എഗ് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ഒരു ഭാഗം റെഡി ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് ഇത് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് മറിച്ചിട്ടിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും അപ്പുറത്തെ ഭാഗവും കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. നമ്മളത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. അവർക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.